നമസ്കാരം. ന്യൂസ് 18ന്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഏനാത്തു നിന്നും ആരംഭിച്ച് ഏകദേശം 20ഓളം കിലോമീറ്ററുകൾ പിന്നിട്ട് ഈ റോഡ് അവസാനിക്കുന്നത് അലമുക്കിലാണ്. ഏനാത്ത്, പത്തനാപുരം, പുന്നല, കറവൂർ വഴി ഈ റോഡ് കറങ്ങി നേരെ വന്ന് അവസാനിക്കുന്നത് അലിമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നുമാണ് അച്ചൻകോവിലേക്കുള്ള പാത ആരംഭിക്കുന്നത്. നിരവധി ജീപ്പ് സർവീസ്, ഓട്ടോറിക്ഷ സർവീസ് ഉൾപ്പെടെ നിരവധി സർവീസുകളുണ്ട്. മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ദുരിതത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ കഴിയുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ ദുരിതപൂർണമാണ്. അധികൃതരെ ഉത്തരവാദിത്തപ്പെട്ട അറിയിക്കുന്നുണ്ടെങ്കിലും നടപടി ഒന്നും ഉണ്ടാകുന്നത്. നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയനാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ നമ്മൾ അധികൃതരെ ധരിപ്പിക്കുമ്പോൾ എന്താണ് മറുപടി? എന്തുകൊണ്ടാണ് ഈ റോഡ് ഇഴഞ്ഞു നീങ്ങുന്നത്? ഇത് ഒന്നാമത്തെ കാര്യം, ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളം ആകുന്നു. ഇതിന്റെ വലിയ രീതിയിൽ വലിയൊരു ടെക്നോളജി ആയിട്ട് കൊണ്ടുവന്നതാണ് ജർമ്മൻ ടെക്നോളജി. MLA പ്രത്യേക താല്പര്യപ്രകാരം കൊണ്ടുവന്നതാണ്. ഇപ്പം ഏനാത്ത് നിന്നാണ് തുടങ്ങിയത്. ആ തുടങ്ങിയ ഭാഗമൊക്കെ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ പള്ളിമുക്കിൽ നിന്ന് തുടങ്ങി ചാച്ചിപ്പുന്ന വരെ ഏകദേശം റോഡ് പൂർണ്ണമായിട്ടുണ്ട്. വളരെ നല്ല മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടെക്നോളജിയിൽ തന്നെ മറ്റ് പുന്നല വഴി, കറവൂര് വഴി, പന്മള വഴി അലിമുക്കിലാണ് ഇത് അവസാനിക്കുന്നത്. അതിൽ ഒന്നര വർഷത്തോളം ഒന്നര വർഷം ഇത് കിഫ്ബിയുടെ ഫണ്ടാണ്. അപ്പം കിഫ്ബിയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട MLAക്ക് അറിയാം ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പം ആധികാരികമായിട്ട് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് പറയാൻ കഴിയൂ. പക്ഷെ ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പം പുന്നലയൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടുത്തെ വന്മള വാർഡിന്റെ മെമ്പറാണ്. പൈമാനന്തൂർ വരെ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ നിരവധി ഡെയിലി ഇതുവഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ളവരുടെ കംപ്ലൈന്റ് മുഴുവൻ നമ്മുടെ അടുത്താണ് പറയുന്നത്. ഇപ്പൊ പൊടി അസഹനീയമായി, ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം പൊടി കൊണ്ട് മൂടി കിടക്കുകയാണ്. അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എല്ലാവരും, എല്ലാ കുടുംബത്തിലെ ആൾക്കാരും. പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കണമെന്നാണ് MLAയുടെ അടുത്ത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രാവശ്യം കാണുമ്പോഴെല്ലാം ഇത് സൂചിപ്പിക്കാറുണ്ട്. ഏതാനും ചർച്ചകളൊക്കെ നടന്ന് ഇപ്പം തുടങ്ങിയ ആ കോൺട്രാക്ടർ തന്നെയാണ്. അവര് തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അത് അവരുമായിട്ടുള്ള ഒരു ചർച്ച ഈ അടുത്ത കാലത്ത് കണ്ട് നടന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് ഉടനെ തുടങ്ങുമെന്നാണ് അവസാന നിമിഷം കണ്ടപ്പോഴും പറഞ്ഞത്. ഈ തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് ആ ടെക്നോളജിയിൽ തന്നെ ഇതിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ചാച്ചിപ്പുന്നയെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡ് വാളുകളും എല്ലാം ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് വന്മള കറവൂർ വരെ കലങ്ങിന്റെ പണി ഫുള്ള് പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അപ്പം ഇനി അവിടെ ഇതിന്റെ പുറത്ത് ടെക്നോളജി അവർ ടാറിങ് ചെയ്താൽ മതി. ബാക്കി എല്ലാം പണി പൂർത്തീകരിക്കുക. പിന്നെ ഈ കെമിക്കൽ മിക്സ് ചെയ്താണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ മഴയത്തൊക്കെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പം അതിനി ഒന്നുകൂടെ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ കലങ്ങാണി മുഴുവൻ പൂർത്തീകരിക്കുകയാണ്. ഇതിന്റെ രണ്ടാം ഘട്ടം ഇതിന്റെ തുടങ്ങുവാണെങ്കിൽ അത് അലിമുക്കിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരവധി ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒക്കെ ഇവര് തീരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇവിടെ അലമുക്കിൽ നിന്ന് കറവൂര് പോകുന്ന എങ്ങനെയുണ്ട് നിങ്ങളുടെ സർവീസുകളൊക്കെ? ഞങ്ങൾക്ക് കറു വരെ പോകുന്നത് 120 രൂപ കിട്ടുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് 200 രൂപ ചെലവാ. എന്ന് പറഞ്ഞാൽ 2 ഗിയറില് കറു വരെ അലിമുക്കിൽ നിന്ന് ചെല്ലുള്ളൂ. അതുപോലെ അതായത് ഇവിടുന്ന് നമ്മൾ കറു വരെ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേന് തുമ്മി മനുഷ്യന്റെ ഇടപാട് പറയും. എന്ന് പറഞ്ഞാൽ അതുപോലെ പൊടിയാണ്. അതുപോലെ മഴയായി കഴിഞ്ഞാൽ ഭയങ്കര ചള്ള, കുഴി എവിടാന്ന് ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ വണ്ടിക്കാണ് യാതൊരു പ്രയോജനമില്ല ഓടിയിട്ട്. വെറുതെ ഓടാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. ഇതും കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പിന്നെ ഇതിപ്പോ 1.5 വർഷമായി, 1-2 മാസമാണേ വേണ്ടില്ല, 1.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ നടുവിനൊന്നും സുഖമില്ല. ഇതിനകത്തോട് ഓടി ഞങ്ങളുടെ നട്ടലെല്ലാം ഓടിഞ്ഞ് ഞങ്ങളുടെ വണ്ടികളുടെയാണ് ഈ നടുവൊടിഞ്ഞ് ആകെ വല്ലാത്ത ചിലവ്. ഞങ്ങൾക്ക് 200 കിട്ടുമ്പോൾ 500 ചിലവാ. അതുപോലെ ആഴ്ച 10,000-14,000 രൂപയുടെ പണിയാണ് വണ്ടികൾക്ക് വരുന്നത്. ഞങ്ങൾ ഇതിനകത്ത് ഓടി എങ്ങനെ ഇത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗമില്ല. ഞങ്ങൾ പറയാവുന്നവരോടെല്ലാം ഞങ്ങളായിട്ടും ഞങ്ങൾ പറയുന്നു, മെമ്പർമാരോടും പാർട്ടിക്കാരോടും എല്ലാം ഞങ്ങളും പറയുന്നുണ്ട്, ഇത് എങ്ങനെയും ഒന്ന് ചെയ്തു തരണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം, നിങ്ങൾ ജാതി നോക്കണ്ട, പാർട്ടി നോക്കണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ചില ആരും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ ഇതിനൊന്നുമില്ല. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പ്രതികരിക്കാൻ ആളുണ്ട്, ഇതിനൊന്നും പ്രതികരിക്കാൻ ആളില്ല. പിന്നെ ഇത് നമ്മുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് എങ്ങനെങ്കിലും ഇതൊന്ന് സഞ്ചാരയോഗ്യമാക്കുക. ഇപ്പൊ തന്നെ ധനു 1-ന് അച്ചൻകോവിൽ കുടിയേറി ഒരുപാട് ഭക്തജനങ്ങളാണ് ഇതിലെ പോകുന്നത്. തമിഴന്മാരാണെങ്കിലും മലയാളികളാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളിൽ പോകുന്നുണ്ട്. എയർ ബസ് വരെയാണ് ഇതിലെ പോകുന്നത്. പക്ഷെ ഈ റോഡ് ഈ പോകുന്നവർ ഈ ബസ് വന്ന ആ ബസ്സിനൊന്ന് സൈഡ് കൊടുക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഇടിഞ്ഞ് കുഴി. അതുപോലെ
ഓടയാണെങ്കിൽ ചെയ്തേക്കുന്ന എല്ലാം പിന്നെ ഒരുപാട് താണാണ് കിടക്കുന്നത്. വണ്ടിയുടെ എല്ലാം അടിയെല്ലാം തട്ടിപ്പറിച്ചാണ്. ഇതിന്റെ KSRTC ഓടുന്നുണ്ട്. KSRTC പിന്നെ 6-7 ട്രിപ്പോളം KSRTC ഓടുന്നുണ്ട്. പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. ഇതെല്ലാം പോയി വരുമ്പോ എല്ലാം അടിയെല്ലാം ഇടിച്ചു പറിച്ച വണ്ടികളെല്ലാം വരുന്നത്. നമുക്ക് അച്ചോങ്കോവിൽ ഉത്സവ സീസൺ ആരംഭിച്ച സമയമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുണ്ട്, അവരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? വണ്ടിക്കൊക്കെ സ്ഥിരം പണിയാണോ? ഞാൻ ഒരു 4 മാസമായി ഒരു വണ്ടി എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടും പണിഞ്ഞ് ബാക്കും പണിഞ്ഞ് കംപ്ലീറ്റ് ഞാൻ വർഷാപ്പിൽ കൊടുക്കാനേ ഉള്ളൂ. പുതിയ വണ്ടിയാ. 4 മാസമായതേ ഉള്ളൂ. കംപ്ലീറ്റ് ആ വണ്ടിയുടെ ഇനി അതിനകത്ത് ഒരു സൗണ്ടുകൾ വരാത്തയും ഈ ഒരേ കുഴികൾ ഇവിടെ കല്ലടിച്ച് ഗ്ലാസ് വരെ പൊട്ടി കിടക്കുവാണ്. മെയിൻ ഗ്ലാസ് വരെ എന്റെ വണ്ടിയുടെ പൊട്ടിയതാ ഈ റോഡിൽ കൂടെ. എന്തോ ഇതിന് ഒരു ബസ് വരുന്ന ദൃശ്യം നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇത്ര ഭീകരാവസ്ഥയിലാണ് പൊടി പടർത്തിയാണ് ബസ് വരുന്നത്. ഇത് മുള്ളുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലയിലേക്കുള്ള ഒരു ബസ് സർവീസാണ്. ഇതാണ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി. ഇതാണ് ഇത് ഭീകരമായ രീതിയിൽ പൊടി പറത്തിയാണ്. ഇവിടെ നിന്ന് ആർക്കും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വളരെയധികം പൊടിപടൽ ഉള്ള സ്ഥിതിയാണ്. നമുക്ക് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് 1-2 പേരുടെ അടുത്ത് കൂടി അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടി വരും. ഇത് ചെമ്മൈ താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഇപ്പൊ മെഡിക്കലിൽ പോകുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊള്ളിൽ പോകണമെങ്കിൽ അപ്പോഴത്തെ ആള് വടിയാവും. അത്ര നല്ല റോഡാണ്. അപ്പൊ തന്നെ ഞങ്ങളുടെ കൊച്ചു വണ്ടികളെല്ലാം കിടക്കുക ചെമ്മഞ്ചേരിയില്. അതുപോലെ ഇപ്പം ഞാൻ അച്ചങ്കോ സീസണാണ്. ഞാൻ ചെമ്മഞ്ചേരിയോട് താമസിക്കുന്നത്. അച്ചങ്കോയിലൊക്കെ ഒറ്റ വണ്ടികളും വരുന്നില്ല. തമിഴ്നാട്ടിന്റെ മരുന്നിലും ഒന്നും വരുന്നില്ല. നിരവധി ഉത്സവത്തിൽ ശരിക്കും വണ്ടികൾ തമിഴ്നാട്ടിന്റെ കർണാടക എല്ലാം വണ്ടി വരുന്ന ഒറ്റ വണ്ടി ഇപ്പം വരുന്നില്ല. എല്ലാം വഴിമാറി പോകണം. FDR ടെക്നോളജിയിലാണ് ഈ റോഡ് ഇപ്പോൾ നിലവിൽ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ തരത്തില് വളരെയധികം പൊടിപടലങ്ങൾ ഈ പൊടിപടലങ്ങൾ ഇതിന്റെ മണ്ടയ്ക്ക് സ്വാഭാവികമായിട്ടും കിടക്കാറുണ്ട്. ഇത് തന്നെ ഈ വാഹനങ്ങൾ പോകുമ്പോൾ കടകളിലേക്ക് പറന്നു കയറുന്നത് ഇവിടെ വളരെയധികം പൊടി മൂലം വളരെയധികം ശല്യം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇത് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് സ്ഥിതി. പൊടി ഇങ്ങനെ കൂടി കിടക്കും. ഈ മനസ്സിലാക്കാൻ അതായത് എല്ലാ ദിവസവും ഇവര് ശുചീകരിക്കുന്നതാണെങ്കിൽ തന്നെ ഇതാണ് ഇത്തരത്തില് പൊടിപടലങ്ങൾ പറന്നാണ് ഈ പ്രദേശത്ത് കിടക്കുന്നത്. കടകളിലെങ്ങും ആരും കയറാത്ത ഒരു സ്ഥിതിയാണ്. ഈ കടകളിലെല്ലാം എവിടെ നോക്കിയാലും ഇത്തരത്തില് പൊടിപടലങ്ങൾ ഇങ്ങനെ വ്യാപകമായ പൊടിപടലങ്ങൾ. ഭക്ഷണ സാധനങ്ങൾ ഒന്നും വെച്ചാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിലൊക്കെ മൊത്തത്തിൽ എവിടെ നോക്കിയാലും പൊടിപടലങ്ങളാണ്. ഇങ്ങനെ പൊടിപടലങ്ങളാണ്. എല്ലാ വ്യാപാരികളും വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് കടയിലെ ആളോട് തന്നെ ചോദിക്കാം. ഞങ്ങള് ഇവിടുത്തെ ഒരു ചെറിയ കച്ചവടക്കാരനാണ് നമ്മൾ. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ സാധനം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കടയായിരുന്നു. ഇവിടെ എല്ലാം ബേക്കറി സാധനങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം. ഒരു സാധനങ്ങളും നമുക്ക് ഇതിന്റെ പുറത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കച്ചവടം കൊണ്ട് നമ്മൾ ഒരു 1.5 വർഷം മുമ്പ് വരെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടിച്ച് നമ്മൾ ജീവിച്ചു പോകുന്ന ഈ ഒരു വരുമാനം കൊണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1.5 വർഷം കൊണ്ട് നമുക്ക് കച്ചവടവും ഇല്ല. പിന്നെ നമുക്ക് വലിയ ബാധ്യതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥാപനം നമുക്ക് അടച്ചുപൂട്ടുന്ന സ്ഥിതി വരും. ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു കടയാണ്. വാടകയ്ക്ക് കൊടുക്കാൻ പോലുള്ള വരുമാനം നമുക്ക് ഉണ്ടാവുന്നില്ല. ഇതിനെല്ലാം ഒറ്റ കാരണം നമ്മുടെ ഈ റോഡ് മാത്രമാണ്. ഇവർ വളരെ ഈ റോഡിന്റെ ചെറിയൊരു വാഹനം പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ബൈക്ക് പോകുമ്പോൾ പറക്കുന്ന പൊടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര ദയനീയമാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഈ പൊടി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ മൺപൊടി മാത്രമല്ല. ഇതിൻ്റെ അകത്ത് ഏതോ കെമിക്കൽ ഇട്ട് മിക്സ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുക. ഈ പൊടി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാരകമായ അസുഖം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഇത് മുഖേന അസുഖം ഉണ്ടായ ഒരുപാട് പേര്, പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് ചുമയും മറ്റസുഖങ്ങളും ഈ ഒരു കാരണം കൊണ്ട് മാത്രം നടക്കുകയാണ്. കച്ചവടം എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ 10-15,000 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഇവരെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു കച്ചവട ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ജംഗ്ഷനാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 10,000 പേര് വരുന്നിടത്ത് ഇപ്പോൾ ഒരു 10 പേര് വരുന്നില്ല. കാരണം ഈ പൊടി ഉണക്കാണെങ്കിൽ പൊടി, പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ ചള്ളയും, ആൾക്കാർക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. പിന്നെ വാഹനങ്ങളൊന്നും ഇതുവഴി വരുന്നില്ല. 2 വീലറും മറ്റു വാഹനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ 7 കിലോമീറ്റർ പത്തനാപുരത്ത് പോകേണ്ടതിന് 15 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് കനാല് വഴി ഒക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഈ പുന്നല അലിമുക്ക് റോഡിലൂടെ എല്ലാ ബൈ റോഡിൽ കയറി ആൾക്കാർ അലിമുക്കി ചാടിയാണ് ചുറ്റി പോകുന്നത്. അപ്പൊ ആ വാഹന യാത്രക്കാരും ഒട്ടും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ഒറ്റ റോഡ് മുഖേന വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഒരു 100 ഓട്ടോറിക്ഷ ഉള്ളത് അതിന്റെ പകുതിയിൽ കൂടുതൽ ഓട്ടോകൾ അവർ ഒതുക്കി. ബാക്കിയുള്ള ഓടുന്ന ഓട്ടോകൾ അവർക്ക് ഓട്ടോ ഇല്ല. കാര്യം വ്യാപാര സ്ഥാപനങ്ങളിലും ആൾക്കാർ ഇറങ്ങി വന്നെങ്കിലല്ല ഈ ചെറുകിട ഓട്ടോക്കാർക്ക് അവർക്ക് CC അടയ്ക്കണം, മറ്റു വലിയ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ. എന്ന് പറയുമ്പോൾ ഇപ്പൊ കഷ്ടിച്ച് എന്തെങ്കിലും ഓടിയാൽ അതിന്റെ ഇരട്ടി പൈസ ആശുപത്രിയിലും വാഹനത്തിന് പണിയുമായിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ ആ മേഖലയിൽ, സമസ്ത മേഖലയും, നമ്മുടെ എല്ലാ മേഖലയും ഈ ഒറ്റ റോഡ് കാരണം
നമുക്ക് വലിയ ബുദ്ധിമുട്ടും വലിയ ജീവിക്കാൻ കഴിയാത്ത ഒരു ഇതുമാണ്. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ആരാണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടുള്ള വൈരാഗ്യ ബുദ്ധി കാണിക്കുന്നുണ്ട്. കാരണം അത് പറയാനുള്ള കാരണം ഏനാത്ത് മുതല് കുമ്മല, കറവൂര്, അലിമുക്ക് വരെ ഏതാണ്ട് 28 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇതുപോലെ പൊളിച്ചിട്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈരാഗ്യം തീർക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ഒരു ഏനാത്ത് മുതൽ പത്തനാപുരം വരെ അവിടെ പൊളിച്ചിട്ട് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ. അങ്ങനെ ഒരു 2-3 ഇത് മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത പണിയായി. ദീർഘവീക്ഷണം ഇല്ലാത്ത പണി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതാണ്ട് എനിക്ക് 1.5 വർഷം കൊണ്ട് ഒരു വലിയ വൈരാഗ്യം. ഞങ്ങൾ നാട്ടുമ്പുറത്തുകാരാണ്. നാട്ടുമ്പുറത്തുകാർക്ക് ഞങ്ങൾക്ക് ഇവിടെ ജർമ്മൻ ടെക്നോളജിയും വേണ്ട, അമേരിക്കൻ ടെക്നോളജിയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യം ഇവിടെ നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കിടന്ന റോഡാണ്. ഈ കരാറുകാർ കളഞ്ഞിട്ട് പോയോ? കരാറുകാർ കളഞ്ഞിട്ട് പോയെന്നാണ് നമുക്ക് അറിവ്. നമ്മൾ പല മേഖലകളിലും ഇതിന്റെ എഞ്ചിനീയറിംഗ് ഇതിനകത്ത് പിന്നെ വരുന്ന ജനപ്രതിനിധികൾ അല്ലെ മറ്റ് ഇതുമായി ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. ഏതാ പൈസ ചിലർ പറയുന്നത് പൈസ കിട്ടാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു സമരവും നമ്മൾ വലിയ ജനകീയ സമരം നടത്തിയിരുന്നു. ഇവിടെ ജനകീയ സമരത്തിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. നിങ്ങൾ ചാനലിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് തോന്നുന്നത്. ആ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു സംഘടനയോ ഒരു വലിയ വർക്കുകളോ ഒന്നും ചെയ്യാതെ കേട്ടറിഞ്ഞാണ് ഈ ആയിരക്കണക്കിന്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. റോഡിന്റെ ശോചനീയത പരിഹരിക്കപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജനകീയ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നത്. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ട് അത് മുഴുവൻ ചാനലുകളും 24 ഉൾപ്പെടെയുള്ള ചാനലുകളും നമ്മുടെ ഇതുപോലുള്ള ചാനലുകളിലൊക്കെ വലിയ വാർത്തയായി വന്നു. അങ്ങനെ വന്നിട്ട് 4 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നു. അത് അനുവദിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർക്കും വ്യക്തമായ ഒരു മറുപടിയില്ല. ഇതെന്ന് തീരും, എന്ന് നടക്കുമെന്നൊന്നും നമുക്ക് ഒരു അറിവും നമുക്കൊരു കിട്ടാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ആൾക്കാരുടെയും, ഓരോ വിഭാഗത്തിന്റെ അല്ല, മുഴുവൻ ആൾക്കാരും, കച്ചവടക്കാരായാലും ശരി, വാഹനങ്ങളുള്ള 2 വീലർ തന്നെ ആണെങ്കിൽ നമ്മുടെ പള്ളിമുക്ക് മുതൽ കറവൂർ അലിമുക്ക് വരെ ഒരു ദിവസം ഞാൻ വളരെ സത്യസന്ധമായി പറയുകയാണ് 10 2 വീലർ മറിയാത്ത ദിവസമില്ല. അതുപോലെ ഇതിന്റെ മെറ്റീരിയലെല്ലാം ഇളകി, അതുപോലെ തന്നെ വെള്ളം ഒഴുകി ഭയങ്കര ചാലുകൾ മൊത്തം റോഡിൽ വീണ് 2 വീലറുകാർക്ക് ഒട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. 10 2 വീലറിൽ തൊട്ട് മേലോട്ടാണ് ഒരു ദിവസം ഇവിടെ മറിഞ്ഞു വീഴുന്നത്. അതിപ്പം പെൺകുട്ടികളായാലും ശരി, പ്രായമായാലും ശരി, അല്ലെ ഈ ബൈക്കിൽ പോകുന്ന 10-ന് മേളിൽ ആൾക്കാർ ഒരു ദിവസം മറിഞ്ഞു വീഴുന്നത്. നിങ്ങൾ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കും പുറത്തിറങ്ങാൻ ഒക്കാത്ത അവസ്ഥ. ജനങ്ങൾ ഈ കച്ചവടക്കാർ ഞങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ സാധനം ഡിസ്പ്ലേ ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ഇപ്പൊ അത് ആദ്യമൊക്കെ കുറെ ദിവസങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടി, ഒരു രക്ഷയില്ല. കടയ്ക്കകം മൊത്തം പൊടി. നമുക്ക് സാധനങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. ഇറക്കി വെച്ചാൽ ബേക്കറി സാധനങ്ങളോ മറ്റ് ബിസ്ക്കറ്റുകളോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. ഈ പൊടിവെള്ളം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരും അത് വാങ്ങത്തില്ല. നിലയിൽ ആൾക്കാർ വരുന്നില്ല ആൾക്കാർ. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെയൊക്കെ ജീവിതം. ഈ ഒരൊറ്റ റോഡ് മുഖേന വലിയ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് കച്ചവട സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഓരോ മാസം നമുക്ക് ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാധ്യത നമുക്ക് ആ കടം കൂടാതിരിക്കണമെങ്കിൽ ഈ സ്ഥാപനം നിർത്തേണ്ട അവസ്ഥയിലാണ് നമുക്ക് കൊണ്ടിരിക്കുന്നത്. സാധാരണ വന്യമൃഗങ്ങൾ മനുഷ്യന്റെ സ്വൈര്യജീവിതം കെടുത്തുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കുന്നല നിവാസികളുടെ സ്വൈര്യജീവിതം തകർത്തത് ഒരു റോഡാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സമസ്ത മേഖലകളിലും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി വ്യാപാരികളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരായി ഈ പുന്നല പ്രദേശത്തുള്ളത്. റോഡിലെ പൊടിപടലമാണ് വ്യാപാരികൾക്ക് വിനയായതെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് വിനയായത്. ഇങ്ങനെ സമസ്ത മേഖലകളിലും റോഡിന്റെ ഈ ഭീകരാവസ്ഥ ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 വർഷത്തിൽ പുറത്തായി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച നിലപാടാണ് ഈ പുന്നല നിവാസികൾക്ക്. വളരെയധികം പ്രതിഷേധങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ടെങ്കിലും അധികൃതർ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. അതൊരു വലിയൊരു സമരസമിതി ഇവർ രൂപീകരിക്കുകയും ഇവിടെ ഒരു വലിയ സമരമൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. എന്താണ് നിലവിൽ ഈ റോഡിന്റെ പ്രധാന വിഷയം? ഈ റോഡിന്റെ പ്രധാന വിഷയം ഇപ്പോൾ വേനൽക്കാലമായ പൊടിപടലങ്ങൾ കാരണം ആർക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടാണ്. അതേപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദിവസേന ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ അവർ ഓടുന്നതിന്റെ പകുതി പൈസയും വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പലയിടത്തും കുണ്ടും കുഴിയായിട്ട് കിടക്കുക. ഈ റോഡ് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പത്തനാപുരത്തെത്തി, പത്തനാപുരത്തു നിന്ന് പുന്നല, ചാച്ചിപ്പുന്ന, പുന്നല, കറവൂർ വഴി അലിമുക്ക് വരെ എത്തുന്ന ഒരു റോഡാണ്. അല്ല, അത് ഇത്രയും വലിയ ഒരു റോഡ് എത്ര ഫണ്ടാണ് ഇതിന് നമ്മൾ അന്ന് ഇവര് വെച്ചിരുന്ന? 70 കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി ഫണ്ട് വെച്ചിരുന്നത്. പക്ഷേ കരാറുകാര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നു. അവരെ യന്ത്ര സാമഗ്രികളൊക്കെ ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ചു. അതിനുശേഷം പണികൾ തുടങ്ങി. ഇത് FDR ടെക്നോളജി എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജിയാണ് ഇവിടെ നടപ്പിലാക്കിയത്.
അതെന്ന് പറഞ്ഞാൽ റോഡ് ഒരു അടി താഴ്ചയിൽ റോഡ് കുഴിക്കുക, എന്നിട്ട് ആ റോഡ് പൊടിക്കുക. കുഴിച്ചെടുത്ത ഭാഗം പൊടിച്ചിട്ട് അൽപ്പാവ്, സിമെന്റ് എന്നീ 2 മിശ്രിതങ്ങൾ കലർത്തി അൽപ്പാവ് എന്ന് പറയുന്ന മിശ്രിതവും സിമെന്റ് എന്ന് പറയുന്ന ഒരു പൊടിയും തമ്മിൽ കൂട്ടി കലർത്തിയിട്ട് ഇത് ഉറപ്പിക്കുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ടാർ ചെയ്യും. 72 മണിക്കൂറിനകം സൈക്കിൾ പോലും ഇതുവഴി പോകാൻ പാടില്ല, കാരണം ഇതിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞിട്ട് 1.5 വർഷം കൊണ്ട് ഭാരം കയറ്റിയ ലോറി അടക്കം ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഈ പറഞ്ഞ ടെക്നോളജി അനുസരിച്ച് റോഡ് ലെവൽ ചെയ്തതിന് ശേഷം 72 മണിക്കൂറിന് അകം ടാർ ചെയ്യാം. റോഡ് ലെവൽ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റോഡിന്റെ ഈ ലെവൽ ചെയ്തതിന് ശേഷം ഇപ്പം 1 വർഷത്തിൽ കൂടുതലായി, 1.5 വർഷമായി പദ്ധതി തുടങ്ങിയിട്ട്. അല്ല, സ്വാഭാവികമായിട്ടും ചോദിക്കട്ടെ, അങ്ങനെ 72 മണിക്കൂറിനകത്ത് ടാർ ചെയ്യേണ്ട സാധിക്കും 1.5 വർഷമായി. അപ്പൊ ഇതിന്റെ അലൈൻമെന്റ് കംപ്ലീറ്റ് മാറി എന്ന് പറഞ്ഞാൽ FDR എന്നൊരു ടെക്നോളജിയെ ഇല്ലാതെയായി. അതുകൊണ്ടാണ് ഞങ്ങൾ 1 വർഷം തികഞ്ഞപ്പോൾ FDR ടെക്നോളജി മരിച്ചു എന്ന് പറഞ്ഞ് റീത്ത് വെച്ചൊരു വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാക്കിയത്. അതിന്റെ കാരണം നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചു, മാധ്യമങ്ങൾ വാർത്ത ചെയ്തു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. അധികാരികൾ എന്തുകൊണ്ടാണ് ഇതിന്റെ പണികൾ മുടങ്ങിയതെന്ന് ജനങ്ങളോട് പറയാൻ പോലും തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഞങ്ങൾ ഒരു ചെറിയൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെറിയ സമരം, ഒരു പായസ വിതരണം മാത്രം കുന്നൽ ജംഗ്ഷനിൽ നടത്തിയപ്പോൾ 1000-ഓളം ആളുകളാണ്, 1000-ലധികം ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു അമർഷം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പോലും മനസ്സിലാക്കിയത് അപ്പോഴാണ്. നിങ്ങളുടെ ഈ സമരത്തിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെയോ ഇടപെടലുകൾ നടന്നു? ഞങ്ങളുടെ സമരത്തിലുണ്ടായ ആദ്യത്തെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ 1000 അംഗങ്ങൾ അതിൽ പങ്കാളികളായി, 1000 അംഗങ്ങൾ ജോയിൻ ചെയ്തു. രണ്ടാമത്തെ ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പിനെ അവര് 30 പേരോളം ഇതിനകത്ത് കടന്നുകൂടിയിട്ട് മേറ്റയ്ക്ക് റിപ്പോർട്ട് അടിച്ച് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കി. രണ്ടാമത്തെ ഗ്രൂപ്പിനും ഇതേ അവസ്ഥയുണ്ടായി. പക്ഷേ 3 ദിവസത്തിനകം ഞങ്ങൾക്ക് 2 ഗ്രൂപ്പുകളും തിരിച്ചു ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ മേറ്റയ്ക്ക് ഞങ്ങൾ മെയിൽ സന്ദേശമൊക്കെ അയച്ച് ഞങ്ങൾ അലിഗേഷൻസ് ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷെ തിരിച്ചു കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇതിനകത്ത് സംശയമുള്ള ആൾക്കാരെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ ഗ്രൂപ്പ് ആക്റ്റീവാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു സമരം ആദ്യം നടത്തിയത്. പക്ഷെ ആ സമരത്തിന് പോലും ഞങ്ങൾക്ക് മൈക്ക് സാങ്ഷൻ നിഷേധിച്ചു. അപ്പോൾ പത്തനാപുരം സിയുടെ അടുത്ത് ഞങ്ങൾ മൈക്ക് സാങ്ഷന്റെ കാര്യങ്ങൾ എല്ലാ പ്രൊസീജിയറും കഴിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റിനെതിരെ നടത്തുന്ന ഒരു പരിപാടിക്ക് മൈക്ക് സാങ്ഷൻ തരാൻ റൈറ്റ് ഇല്ല എന്നാണ്. അല്ല, അങ്ങനെ ഒരു കേട്ടുകഴിവില്ലാത്ത സംഭവമാണല്ലോ. പക്ഷേ ഈ ഒരു റോഡിനെതിരെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഈ റോഡിന് തന്നെ സമരം ചെയ്തപ്പോൾ മൈക്ക് സാങ്ഷനോട് കൂടി തന്നെയാണ് സമരം ചെയ്തത്. പക്ഷേ ഈ ജനകീയ കൂട്ടായ്മയെ ആരോ ഭയക്കുന്നു എന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ലോക്ക് ചെയ്യുകയും മൈക്ക് സാങ്ഷൻ നിഷേധിക്കുകയും ചെയ്തപ്പോൾ പൊതുജനങ്ങൾ നിരത്തിലിറങ്ങിയത് അധികാരി വർഗത്തിൽ ആർക്കൊക്കെയോ ഭയമുണ്ടായി എന്നുള്ള വസ്തുത ശരിയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഒരു കിഫ്ബി ഫണ്ടിൽ നിന്നും 4 കോടി രൂപ ആ സമരത്തിന് ശേഷം അനുവദിച്ചു. 4 കോടി രൂപ അനുവദിച്ചിട്ട് ഇപ്പോൾ 1 മാസക്കാലമായിട്ടും കാലാവസ്ഥ അനുകൂലമായിട്ട് പോലും ഈ റോഡ് വീണ്ടും ടാർ ചെയ്യുന്നില്ല. 80 കോടി രൂപയ്ക്ക് ബഡ്ജറ്റ് ഇട്ട് 70 നിർമ്മാണം ആരംഭിച്ച റോഡ് 4 കോടി രൂപ ഫണ്ട് വെച്ചുകൊണ്ട് എന്തെങ്കിലും ആവാൻ പറ്റും? അല്ല, ഇതിനു മുമ്പ് അവർക്ക് കുറെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാകാം ഈ റോഡ് പണി നിലച്ചതെന്നാണ് ഞങ്ങളുടെ അനുമാനം. പക്ഷെ ആരും വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. പൊതുജനങ്ങളോട് ആരും ഈ കാര്യം അറിയിച്ചിട്ടേ ഇല്ല. അതിനുശേഷം ഞങ്ങളുടെ സമരത്തിന് ശേഷം ഫണ്ട് അനുവദിച്ചതിന് ശേഷവും ഈ റോഡ് ടാർ ചെയ്യുന്നില്ല. ഈ റോഡില് മൊത്തം 49 കലുങ്കുകളാണുള്ളത്. ഈ അവിടെ ആയിട്ട് കലുങ്കിന്റെ നിർമ്മാണം നടക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു കലുങ്ക. ഈ കലുങ്കൊന്നും ഇതുവരെ പൊളിച്ചിട്ട് പോലുമില്ല. ഇനിയും പണിയാൻ ഒരുപാട് കലുങ്കുണ്ട്. പക്ഷെ അവർ 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ. പത്തനാപുരത്ത് നിന്നും ആരംഭിച്ച് കടശ്ശേരി വഴി, പുന്നല വഴി, കറവൂര് ഒരു വന അതിർത്തിയിലൂടെ, ഒരു മലയോര മേഖലയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ദുരവസ്ഥ യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ യാത്രക്കാർ വന്യമൃഗങ്ങളുടെ മുൻപിൽ ചെന്ന് പെടാനും വാഹനത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇവിടെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇവിടെ പതിയിരിക്കുന്ന ഒരു പാത കൂടിയാണിത്. ഈ റോഡ് വന്യമൃഗങ്ങളുടെ ആക്രമണം, വന്യമൃഗങ്ങള് ഏറ്റവും കൂടുതൽ ഇപ്പൊ വരുന്നത് പുലിയാണ്. പുലി ഇവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുലി ഇറങ്ങി ഒരു പശുക്കിടാവിനെ പിടിച്ചുകൊണ്ടുപോയി. നിരന്തരമായിട്ട് പുലിയുടെ ശല്യമാണ്. ഇതിനിടയ്ക്ക് കൂട് വെച്ച് ഇതിനടുത്ത് ഒരു പ്രദേശത്ത് പൂങ്കളഞ്ഞ് കൂട് വെച്ച് പുലിയെ പിടിക്കുകയുണ്ടായി. പക്ഷെ എന്നിട്ടും പുലിയുടെ ആക്രമണം കൂടുതലാണ്. അപ്പൊ ഈ പുലി അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഈ റോഡ് പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ മരണത്തിൽ നിന്ന് അവനെ കൊണ്ടുപോയി, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നാൽ രക്ഷിക്കാമായിരുന്നു എന്ന്. ആ 10 മിനിറ്റ് ഈ റോഡിലാണ് പോയത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ അധികൃതർ എന്തുകൊണ്ടാണ് ഈ റോഡിന്റെ പണി നിലച്ചതെന്നോ എന്തുകൊണ്ട് ഇത് ഇപ്പോൾ ടാർ ചെയ്യുന്നില്ലെന്നോ പറയാൻ തയ്യാറാകുന്നത്. അതാണ് ജനങ്ങളുടെ ഒരു ആശങ്ക. അല്ല, അതങ്ങനെ അല്ലല്ലോ വേണ്ടത്. അപ്പൊ ഈ റോഡിന്റെ ആ നിർമ്മാണത്തിൽ അവരുടെ ടെക്നോളജി പാളിപ്പോയെങ്കിൽ
ആ പ്രാദേശിക നിലവാരം അനുസരിച്ച് എങ്ങനെ റോഡ് ചെയ്തു തരണമല്ലോ. അത് സാധാരണക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന് കൂടി ഉണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ പുന്നല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഒരു കോളേജിന് തുല്യമായ ഒരു സ്കൂളാണ്. നിരവധി വിദ്യാർത്ഥികൾ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അതേപോലെ ഈ മലയോര മേഖലയിലുള്ള സാധാരണക്കാരായ കർഷകരായ ആളുകളുടെ കുട്ടികൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കുന്നതിന് നല്ല വാഹന സൗകര്യം പോലും ഇവിടെ ഇല്ല, ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം. അതുപോലെ ഈ പുന്നല എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ 25 വർഷക്കാലത്തിനകത്ത് ഒരു പുതിയ അംഗൻവാടി പോലും ഇവിടെ കൊണ്ടുവരാൻ അധികാരികൾക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇല്ല. ഒരു കൊച്ചു കുഞ്ഞിന് വാക്സിൻ എടുക്കണമെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അത്ര ദുരിതമാണ് ഈ മലയോര നാട് അനുഭവിക്കുന്നത്. ഇതിനൊരു അവസാനം വേണം, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഈ റോഡെങ്കിലും, ഏറ്റവും ഒരു നഗരത്തിന്റെ വികസനം എന്ന് പറയുന്നത് റോഡാണ്. ആ റോഡാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. ഇവിടെ വ്യാപാരികളെല്ലാം നിങ്ങൾ ചോദിച്ചാൽ അറിയാം, പൊടിപടലങ്ങൾ കാരണം ഒരു കടകളിലേക്കും ജനങ്ങൾ വരുന്നില്ല. പലരും വഴിതിരിഞ്ഞ് മറ്റ് ചില ജംഗ്ഷനുകളിലേക്ക് പോവാണ്. വ്യാപാരികൾ വെറുതെ ഇരിക്കുകയാണ്, കച്ചവടമില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം ദുഷ്കരമാണ്. വിദ്യാർത്ഥികൾക്ക് കാൽനടയായി പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കത്തിൽ മൊത്തത്തിൽ ഈ ഒരു നഗരം നാശത്തിന്റെ പക്കിലേക്ക് നിൽക്കുകയാണ്. പക്ഷെ അധികാരികൾ ഇതിന് മറുപടി പറയുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിനൊരു അവസാനം ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ഹോട്ടലുകള്, ബേക്കറികള് എന്നീ സ്ഥാപനങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുന്നത്. കാരണം ഈ പൊടിപടലങ്ങൾ മൂലം ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ആ തയ്യാറാക്കിയ സാധനങ്ങൾ ഈ നാടിന്റെ ശോചനീയാവസ്ഥ കാണും. ഇവിടുത്തെ പൊടിപടലങ്ങൾക്ക് കാരണം ആൾക്കാർ വാങ്ങിക്കുന്നില്ല. അങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അതായത് രാവിലെ വളരെയധികം കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരുന്ന കടകളാണ് ഇപ്പോ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾ സഞ്ചരിക്കാതിരിക്കുന്നത് കാരണം ഒരു മനുഷ്യരും എത്തുന്നില്ല സ്ഥിതിയാണ്. ചേട്ടാ ഒന്ന് ഇറങ്ങി വരുമോ? നമുക്ക് ഈ വ്യാപാരികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളുടെ ജീവിത പ്രശ്നം മുട്ടിയിരിക്കുകയാണ്. കാരണം ഒരു വർഷം കൊണ്ട് അനുഭവിക്കുക. മഴ ചെയ്താൽ അവിടെ മൊത്തം ചെളി. ഇനി പൊടിയാണ്ട് കടയ്ക്കകത്തൊന്നും ആരും കയറത്തില്ല. അതുപോലെ ഈ മലയോര പ്രദേശത്തെ ആൾക്കാരെല്ലാം പലരും ബൈറൂട്ട് വഴി കയറി പോവുക. ഇവിടുത്തെ ഈ വില വരാക്കത്തില്ല. എല്ലാ വണ്ടിക്കും പണിയാ. അതുകൊണ്ട് ഒറ്റ ആരും കയറുന്നില്ല. എനിക്ക് ഡെയിലി 10,000 നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക ഈ കട. വാടകയ്ക്ക എന്ന് പറഞ്ഞാൽ 10,000 രൂപ വാടകയും 10,000 കറണ്ട് ബില്ലും അടഞ്ഞുകൊണ്ടിരിക്കുന്ന. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ ജോലിക്കാരൊക്കെ പറഞ്ഞു കിട്ടും. അപ്പൊ ഞാനും ഭാര്യയും മാത്രമാണ് ചെയ്യുന്നത്. ഒന്നും നമുക്ക് ജീവിക്കാനുള്ള അരിമയ്ക്കുള്ള പൈസ ഒന്നും കിട്ടത്തില്ല. ആ കണ്ടീഷൻ ഇരിക്കുകയാണ്. പൊടിപടം എന്ന് പറഞ്ഞാൽ കടയ്ക്കകത്ത് കയറാൻ വയ്യ. സാധനങ്ങൾ ക്രിസ്മസ് കേക്ക് ഞങ്ങൾ 10,000, 30,000 കേക്ക് ഇറക്കുന്നത്. പക്ഷെ 5,000 കേക്ക് ഇറക്കി എന്നിട്ട് പൊടി കാരണം തൊടത്തില്ല ആരും വന്ന്. അതൊക്കെ കണ്ടീഷനാണ്. ഞാൻ മാറ്റി വെച്ചേക്കുന്നു. ഞാൻ ആമസോണിൽ നിന്ന് പൊടി അടിക്കുന്ന 7,000 രൂപയ്ക്ക് റോഡിന്റെ പൊടിപടലത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി 7,000 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് പൊടിയടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിച്ച് വെച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത്. എന്തൊരു ദുരവസ്ഥയാണ്. 3 പ്രാവശ്യം അടിക്കണം, 3 പ്രാവശ്യം പൊടി അടിക്കണം, എന്നാലും നിൽക്കാക്കത്തുള്ളൂ. ഭയങ്കര ശോചനീയാവസ്ഥ. നമ്മൾ ഈ അധികൃതരുടെ അടുത്തൊക്കെ പ്രദേശവാസികൾ എന്ന നിലയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എന്താ അവർക്ക് പറയാനുള്ളത്? പുള്ളി ചെയ്തു തരാന്നാ പറയുന്നത്. MLA പറഞ്ഞു ചെയ്തു തരാം. ഇപ്പം പറയുന്നത് കലങ്ങളെല്ലാം പണിഞ്ഞിട്ടേ പണിയാക്കത്തുള്ളൂ. അപ്പൊ ഇവർക്ക് നേരത്തെ തരുന്ന കലങ്ങ് പണിയാതെ ഈ റോഡ് പൊളിക്കേണ്ട ആവശ്യം ഉണ്ടാകും. ഞങ്ങളുടെ പറഞ്ഞത് 7-ാം ദിവസം ഇത് പൊളിച്ചു കഴിഞ്ഞ് 7-ാം ദിവസം ടാർ ചെയ്യുന്നതാണ്. ഇതുവരെ ഒന്നുമില്ല. പുള്ളി നമ്മളാരും പോകുന്നില്ല. ഞങ്ങൾ അറിയാവുന്ന പാർട്ടിക്കാരൊക്കെ വിളിച്ച് വരാൻ പറയുമ്പോൾ അവരെന്ന് പറയുന്നത് ഈ മാസം 10-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ടാറിങ്. പക്ഷെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി നമ്മൾ ഈ കലങ്ങളുടെ പണി കഴിയാതെ എങ്ങനെ ടാറിങ് നടക്കും? ഒരു കലങ്ങെന്ന് പറഞ്ഞാൽ കലങ്ങിന്റെ ഒരു 50 അടി അങ്ങോട്ട് 50 മീറ്റർ അത്ര അളവ് വെച്ചിട്ട് അത് പൊളിക്കുന്ന രീതിയിലുള്ള വെച്ചിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ പൊളിച്ചിട്ടേക്കുന്നത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാത്ത കണ്ടീഷൻ. അതപ്പോ ശ്വാസം മുട്ടലൂടാ, പൊടി ഭയങ്കര പൊടിയാ. അതുപോലെ തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഒരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നതും ഓട്ടോറിക്ഷയാണ്. ഈ റോഡിന്റെ അതിഭീകരമായ അവസ്ഥ ഓട്ടോറിക്ഷ തൊഴിലാളികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവരുടെ വാഹനങ്ങൾക്ക് അടിക്കടി പണിയാകുന്നതും ഓടിക്കിട്ടുന്ന പൈസ വർക്ക്ഷോപ്പുകളിലും വണ്ടിയുടെ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിനുമായി ചെലവഴിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. എത്ര നാളായി ഈ ബുദ്ധിമുട്ട് തുടരുന്നുണ്ട്? ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ ഇങ്ങോട്ടായി. 1 വർഷം കഴിഞ്ഞു. മൊത്തവും കുണ്ടും കുഴിയും. ഈ കഴിഞ്ഞ 4 ദിവസമായി എന്റെ വണ്ടിക്ക് 3,010 രൂപയുടെ പണി. അത്രയും പൈസയൊക്കെ ഓടി എത്ര നാളുണ്ട് കിട്ടാനൊക്കെ ഉണ്ട്. ഒന്നാമത് ഓട്ടവും കുറവ്. കുഴി വെച്ചാൽ വണ്ടി ഓടിക്കാനൊക്കെ അത് സ്ഥിതിയാണ്. എല്ലാ ഭാഗങ്ങളിലും പത്തനാപുരം, പുന്നല, കറൂര്,
പിന്നെ അരിമുക്ക്. സാധാരണ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് ഓട്ടം കിട്ടാറുള്ളത്? ഈ 3 വഴിക്ക് ഓട്ടം കിട്ടുന്നു. കുന്നലേന്ന് കറൂര്, പത്തനാപുരം, കടശ്ശേരി, അരിമുക്ക് ഓട്ടം കിട്ടുന്നു. എല്ലാ റോഡിന്റെയും സ്ഥിതി തന്നെ. ഈ പ്രദേശവാസികളും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടുത്തെ ഓരോ വിഷയങ്ങൾ കാരണം. ഇത് എങ്ങനെയാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയുണ്ട്? ഈ റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി യാതൊരു കാരണവശാലും വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല, നടന്നു പോകാൻ ഒക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാക്കി ഇട്ടേക്കുക. ഇത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെ. ഭരണ സംവിധാനം അവർക്കെല്ലാം AC കാറിലൊക്കെ കറങ്ങിയാൽ മതി. ഞങ്ങൾ സാധാരണക്കാർ ഇവിടെ ജീവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഈ പൊടി അടിച്ച് ശ്വാസം മുട്ടല്, ചുമ, ഭയങ്കര അസ്വസ്ഥതകൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കടക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. ദിവസവും പൊടി അടിച്ചും തൂത്തും വാരി ഇരിക്കുന്ന അവര്. കച്ചവടമില്ല, ജനങ്ങൾ ഇറങ്ങുന്നില്ല. ഇത് ആര് പരിഗണിക്കാനാ? 1.5 വർഷം 2 വർഷമാവുന്നു ഈ റോഡ് പോയിട്ട്. ഇതിനകത്തൂടെ ഞങ്ങൾ നടുപിടിച്ച് കിടന്ന് ഓടുന്നത്. ഇതാരും ഗവനിക്കുന്നതേ ഇല്ല. എല്ലാം നേതാക്കന്മാരും ഉണ്ട്, സഖാക്കളുണ്ട്, ബ്രാഞ്ച് സമ്മേളനമുണ്ട്, സംസ്ഥാന സമ്മേളനമുണ്ട്, ജില്ലാ സമ്മേളനമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നേതാക്കന്മാർക്കും സംസാരിക്കാനോ ഇതിനു വേണ്ടി പ്രതികരിക്കാനോ ഒക്കത്തില്ല. അല്ലാതെ ആരെങ്കിലും ഇറങ്ങിയ രാഷ്ട്രീയത്തിന്റെ ശത്രുക്കളാന്ന് പറയും. നമ്മളിത് നോക്കിയിട്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റും. നിലവിൽ ഇവിടെ 2-3 ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ബസ് സർവീസുകളൊക്കെ നിലച്ചിട്ടുണ്ട്. ബസ് സർവീസ് എല്ലാം പോയി. ആട്ടോ വല്ലപ്പോഴും പത്തനാപുരത്ത് നിന്ന് വരുന്നുണ്ട്. യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും നാട് നശിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർമാരോ അതുപോലെ ത്രിതല പഞ്ചായത്ത് വാർഡ് മെമ്പറുണ്ട്, ത്രിതല പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, എല്ലാം അവര് ഭരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്, പത്തനാപുരത്ത് ഒരു മന്ത്രിയുണ്ട്. ഞങ്ങൾക്ക് മന്ത്രി പുന്നലെ അവഗണിച്ചിട്ടേക്കുക. ഏതാണ്ട് വലിയ വാശി പോലെ പുള്ളിക്ക്. അങ്ങനെ ഒരു അവഗണന വരാൻ കാര്യം അദ്ദേഹമാണല്ലോ ഈ റോഡ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹം ഒരുപാട് വികസനം ചെയ്തിട്ടുള്ള ആളൊക്കെയാ. പക്ഷെ ഇപ്പൊ എന്തുവാണെന്ന് അറിയത്തില്ല. പുള്ളി ഇപ്പം ഇങ്ങനെയാണ് ഞങ്ങളോട് കാണിക്കുന്നത്. നാടിനോട് വലിയ അവജ്ഞയാണ്. നിലവില് ഈ നാടിന്റെ ശോചനീയാവസ്ഥയാണ് എവിടെ തിരിഞ്ഞാലും നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ പ്രധാനമായിട്ടും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ അത് വളരെ ഭീകരമാണ്. നിരവധി ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അവർ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഓട്ടോറിക്ഷയെ മാത്രം ആശ്രയിച്ചാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടികൾ ചിലവഴിച്ച് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡാണ് ഏകദേശം 1.5 വർഷമായി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉള്ളത്. ഈ റോഡ് ഇങ്ങനെ മതിയോ? അടിയന്തരമായി സർക്കാർ ഇടപെടണം, MLA ഇടപെടണം. പത്തനാപുരം MLA ആണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ്. അടിയന്തരമായി MLA ഈ വിഷയത്തിൽ ഇടപെടണം. റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമീപിക്കുകയാണ്. നന്ദി, നമസ്കാരം.